നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആലപ്പുഴയിൽ നടക്കുന്ന ഒരു കൊലപാതകം ഉണ്ടായിരിക്കുകയാണ്. കുടുംബ പ്രശ്നത്തെ തുടർന്നുള്ള തർക്കം, ആ തർക്കം ഒരു കൊലപാതകത്തിലേക്ക് നയിക്കപ്പെട്ടിരിക്കുന്നു. കുടുംബ പ്രശ്നത്തെ തുടർന്നുണ്ടായ വാക്ക് തർക്കത്തിനിടെ യുവാവ് കുത്തേറ്റ് മരിച്ചു. കാഞ്ഞിരഞ്ചിറ സ്വദേശി പുന്നക്കൽ വീട്ടിൽ മനീഷാണ് മരിച്ചത്. 29കാരനാണ് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. തുമ്പോളി മംഗലത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു മനീഷ്. ഈ വാടക വീട്ടിലെത്തിയാണ് പ്രതി റോബിൻ കൊലപ്പെടുത്തിയത്. മനീഷിന്റെ ബന്ധുവാണ് റോബിൻ. 29 വയസ്സുകാരൻ തന്നെയാണ് കൊലപാതകം ചെയ്തിരിക്കുന്നത്. ഇയാൾ നിലവിൽ ഒളിവിലാണ്. ഇയാളെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് 5-ന് മംഗലം ജംഗ്ഷന് കിഴക്കുള്ള വീട്ടിൽ വെച്ചായിരുന്നു സംഭവം. മനീഷിന്റെ വീട്ടിലെത്തിയ റോബിനും മനീഷും തമ്മിൽ വലിയ രീതിയിലുള്ള വാക്കേറ്റം ഉണ്ടാകുന്നു, വലിയ തർക്കമുണ്ടാകുന്നു. ഇതിനിടെ റോബിൻ കത്തി കൊണ്ട് കുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് പറഞ്ഞത്. നാട്ടുകാർ ഉടനെ ജനറൽ ആശുപത്രിയിൽ മനീഷിനെ എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. മൃതദേഹം ജനറൽ ആശുപത്രി മോർച്ചറിയിലാണ്. ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കി പോലീസ് സംഘം വീട്ടിലെത്തി. എന്തായാലും മൃതദേഹം ഇന്ന് തന്നെ കൈമാറാനാണ് സാധ്യത. എന്തായാലും അതിക്രൂരമായ കൊലപാതകമാണ് സംഭവിച്ചിരിക്കുന്നത്. നാട്ടിൽ കൊലപാതകങ്ങൾ വർദ്ധിക്കുകയാണ്. അതിനൊരു അയവുമില്ല, തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നതിന് ഒടുവിലത്തെ അവസാനത്തെ ഉദാഹരണമായി ഇത് മാറുകയാണ്. കഴിഞ്ഞ ദിവസം സ്വർണ്ണം മൂക്കുത്തി മോഷ്ടിക്കാൻ, കേവലം 2 സ്വർണ്ണം മൂക്കുത്തി മോഷ്ടിക്കാൻ ഒരു വയോധികയെ കൊലപ്പെടുത്തിയ സംഭവം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. പാലക്കാടാണ് ഈ കൊലപാതകം അരങ്ങേറിയത്. സ്വർണ്ണം മൂക്കുത്തി മോഷ്ടിക്കാൻ വയോധികയെ ക്രൂരമായി കൊലപ്പെടുത്തി മൃതദേഹം കത്തിച്ച ശേഷം അവശിഷ്ടങ്ങൾ ചാക്കിലാക്കി കുഴിച്ചു മൂടുകയായിരുന്നു. സംഭവത്തിൽ അയൽവാസിയായ യുവാവാണ് അറസ്റ്റിലായത്. ആട്ടയാമ്പതി ന്യൂ ഉന്നതി സ്വദേശി സരസാൾ എന്ന അമ്മയാണ് കൊല്ലപ്പെട്ടത്. 66 വയസ്സുകാരിയാണ് അതിക്രൂരമായി അയൽവാസി എസ് ഉദയകുമാർ. 19 വയസ്സേ ഉള്ളൂ പ്രതിക്ക്. ഇയാൾ കൊലപ്പെടുത്തിയത്. കൊഴിഞ്ഞാമ്പാറ പോലീസ് പ്രതി അറസ്റ്റ് ചെയ്തു. കൂടുതൽ പേർക്ക് കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം 12-നാണ് സരസാളിനെ കാണാനില്ലെന്ന് മകൾ ബേബി കൊഴിഞ്ഞാമ്പാറ പോലീസിൽ പരാതി നൽകിയത്. അന്വേഷണം തുടങ്ങിയ പോലീസ് പ്രദേശത്തെ ചില യുവാക്കളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് പ്രതിയെക്കുറിച്ചുള്ള ചില സൂചനകൾ കിട്ടിയത്. കസ്റ്റഡിയിൽ എടുത്തവരിൽ പ്രായപൂർത്തിയാകാത്ത ഒരാളും ഉണ്ടായിരുന്നു എന്നതും ഏറ്റവും പ്രധാനമാണ്. എന്തായാലും പ്രതി ഒരാളെന്നാണ് നിലവിലെ കണ്ടെത്തൽ. 19 വയസ്സുകാരനായ വ്യക്തിയാണ് പ്രതി. ഇയാളാണ് കൊല ചെയ്തിരിക്കുന്നത്. ഇനി മറ്റാരെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം, അന്വേഷണമൊക്കെ പുരോഗമിക്കുകയാണ്. ചോദ്യം ചെയ്യലിനിടെ വയോധികയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ശുചിമുറിയിലെ ഡ്രമ്മിലിട്ട് കത്തിക്കുകയും പകുതി കത്തിയ നിലയിൽ ചാക്കിൽ കെട്ടി കുഴിച്ചു മൂടിയതായും പ്രതി സമ്മതിച്ചു. സംഭവ സ്ഥലത്ത് പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. മൃതദേഹം പുറത്തെടുത്ത് ശാസ്ത്രീയ പരിശോധനയും തുടർ നടപടികളും പൂർത്തിയാക്കിയ ശേഷം ആയിരുന്നു ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയത്. ആട്ടയാമ്പതിയിലെ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു സരസാൾ. മക്കളായ രവി, ബേബി എന്നിവർ കുടുംബത്തോടൊപ്പം തമിഴ്നാട്ടിലാണ്. ദിവസവും രാവിലെ 9 മണിക്ക് ബേബിയുടെ മകൻ കാർത്തിക് സരസാളിന് ഭക്ഷണവുമായി വരാറുണ്ടായിരുന്നു. ജൂൺ 10-ന് രാവിലെ ഭക്ഷണം നൽകി കാർത്തിക് തിരിച്ചുപോയി. എന്നാൽ പിറ്റേ ദിവസം ഭക്ഷണവുമായി വന്നപ്പോൾ വീടിന്റെ വാതിൽ തുറന്നു കിടക്കുന്നു. തലേ ദിവസം വെച്ച ഭക്ഷണം അതേപടി ഇരിക്കുന്നുമുണ്ട്. തുടർന്നാണ് സരസാളിനെ കാണാനില്ല എന്ന് മനസ്സിലായി തിരച്ചിൽ തുടങ്ങിയത്. കണ്ടെത്താൻ കഴിയാത്തതിനാൽ 12-ാം തീയതി ഇവർ പോലീസിൽ പരാതി നൽകി. സരസാളിനെ കാണാനിരുന്ന പോസ്റ്ററുകളും പ്രദേശത്ത് പതിപ്പിച്ചിരുന്നു. സരസാളിനെ കൊലപ്പെടുത്താനുള്ള പ്രതി ഉദയകുമാറിന്റെ നീക്കങ്ങൾ കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നു. തമിഴ്നാട്ടിൽ താമസിച്ച് ജോലിക്ക് പോയിരുന്ന ഉദയകുമാർ ഇടയ്ക്ക് മാത്രമാണ് ആട്ടയാമ്പതിയിലെ വീട്ടിൽ വന്നിരുന്നത്. സരസാൾ താമസിക്കുന്ന വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് പ്രതിയുടെയും വീട്. തൊട്ടടുത്തായി മറ്റു വീടുകൾ ഉണ്ടെങ്കിലും മിക്കവരും പണിക്ക് പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ പകൽ സമയത്ത് ഈ സമയത്ത് ആരും ഉണ്ടാകില്ല. സരസാളിന്റെ മൂക്കിന്റെ ഇരുവശത്തുമായി ഉണ്ടായിരുന്ന 1/2 പവനോളം വരുന്ന മൂക്കുത്തി പ്രതി നേരത്തെ നോക്കി വെച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സംഭവം, അതായത് ഈ കൊലപാതകം നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ഉദയകുമാറിന്റെ സഹോദരൻ ഒരു പെൺകുട്ടിയും കൂട്ടി വീട്ടിലെത്തിയിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. ആ പെൺകുട്ടിക്ക് സരസാൾ ഒരു സാരി നൽകിയിരുന്നു. സാരിയുടെ പണം ചോദിക്കാനാണ് സരസാൾ ഉദയകുമാറിന്റെ വീട്ടിലെത്തിയതെന്നും വീടിന്റെ സ്റ്റെപ്പിൽ ഇരിക്കുകയായിരുന്ന സരസാളിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ ശേഷം അടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും തെളിവെടുപ്പിനായി എത്തിച്ചപ്പോൾ പ്രതി പോലീസിനോട് പറഞ്ഞു. കഴിഞ്ഞ മാസം 10-ന് രാവിലെ 11 മണിയോടെയാണ് സംഭവം. വെട്ടുകത്തിയുടെ മൂർച്ചയില്ലാത്ത ഭാഗം ഉപയോഗിച്ച് കഴുത്തിന് പിറകിൽ പലതവണ അടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. മൂക്കുത്തികളും മടിയിലുണ്ടായിരുന്ന തുകയും എടുത്ത ശേഷം വീടിന് മുൻപിലുണ്ടായിരുന്ന കുളിമുറിയിലെ ഡ്രമ്മിലിട്ട് മൃതദേഹം കത്തിക്കുകയും പകുതി കത്തിയ തലയോട്ടി ഉൾപ്പെടെയുള്ള ശരീരാവശിഷ്ടങ്ങൾ ചാക്കിൽ കെട്ടി വീടിന്റെ പിറകുവശത്ത് കുഴിച്ചു മൂടുകയുമായിരുന്നു. കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധവും കുളിമുറിയിൽ നിന്ന് കത്തിക്കരിഞ്ഞ ശരീരാവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള മൃതദേഹ ഭാഗങ്ങൾ വീടിന്റെ പിന്നിൽ കുഴിച്ചിട്ട നിലയിലാണ് കണ്ടെത്തിയത്. പുറത്തെടുത്ത മൃതദേഹം DNA പരിശോധന നടത്തും. അക്ഷരാർത്ഥത്തിൽ ഒരു നാടൊന്നടങ്കം നടുങ്ങിയിരിക്കുകയാണ് ഈ കൊലപാതക വാർത്തയിൽ. ഒരു പാവം അമ്മയാണ്, എല്ലാവരോടും നല്ല സൗഹൃദത്തോടെ സംസാരിക്കുന്ന അമ്മയാണ്. ആ അമ്മയെ എന്തിനതി ക്രൂരമായി ഇങ്ങനെ കൊലപ്പെടുത്തിയെന്ന ചോദ്യമാണ് പ്രതിയോട് നാട്ടുകാരൊക്കെ തെളിവെടുപ്പിനിടെ ഉന്നയിച്ചത്. പരാതിക്ക് പിന്നാലെ പ്രദേശത്തെ പലരെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്യലിൽ നിന്നാണ് പ്രതിയിലേക്ക് നയിക്കപ്പെട്ടത്. മാത്രമല്ല, സംശയമുള്ള ഒരു പട്ടികയിൽ ഉണ്ടായിരുന്ന ഉദയകുമാർ ഉപയോഗിച്ചിരുന്ന ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു.
പോലീസ് വന്നുപോയ ശേഷം ഉദയകുമാർ വീട്ടിൽ വരാറില്ലെന്നും കണ്ടെത്തി. പിന്നീട് ഇയാളെ കണ്ടെത്തി സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകത്തിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിച്ചത്. സംഭവത്തിൽ ഒന്നിലധികം പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ഒരു സംശയം പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. അതിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കും. ചിലരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ട്. സരസാലിനെ കാണാനില്ലെന്ന വിവരം ഇതിനോടകം പരിസരവാസികൾ അറിഞ്ഞിരുന്നെങ്കിലും ശനിയാഴ്ച ന്യൂ കോളനിയിലേക്ക് കൂടുതൽ പോലീസുകാർ വന്നപ്പോഴാണ് പ്രതി അയൽവാസി തന്നെയെന്ന് നാട്ടുകാർ ഉറപ്പിച്ചത്. ഉദയകുമാറിനെ സ്റ്റേഷനിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കെ മറ്റൊരു സംഘം പോലീസുകാർ ഉദയകുമാറിന്റെ വീട്ടിലെത്തി വീടും പരിസരവും പരിശോധിച്ചപ്പോൾ വീടിന് പുറത്തെ കുളിമുറിയിൽ മൃതദേഹം കത്തിച്ചതിന്റെ തെളിവുകൾ കണ്ടു. ചുവരിൽ പലയിടത്തും കരി പുരണ്ട സ്ഥിതിയായിരുന്നു. മൃതദേഹ അവശിഷ്ടങ്ങളുടെ ചില ഭാഗങ്ങൾ ഇവിടെ നിന്ന് തന്നെ കണ്ടെത്തി. പിന്നീട് വീടിന് പിന്നിൽ ഉദയകുമാർ പറഞ്ഞു കൊടുത്ത സ്ഥലവും പോലീസ് പരിശോധിച്ചപ്പോഴാണ് കൊലപാതകം നടന്നിട്ടുണ്ടെന്ന് ഉറപ്പിച്ചത്. പിന്നീട് സ്റ്റേഷനിൽ വിളിച്ച് വിവരങ്ങൾ അറിയിച്ചു. പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പായിരുന്നു അടുത്ത ഘട്ടം. ഇതിനോടകം വീട്ടുപരിസരത്ത് നാട്ടുകാർ തടിച്ചുകൂടിയിരുന്നു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30 ഉദയകുമാറിനെ തെളിവെടുപ്പിനായി എത്തിച്ചത്. ഡോഗ് സ്ക്വാഡും വിരൽ അടയാള വിദഗ്ധരും എത്തിയിരുന്നു. തെളിവെടുപ്പിനിടെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധവും കണ്ടെത്തി. വീടിന് പിന്നിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ കുഴിച്ചിട്ട സ്ഥലത്ത് നിന്ന് കത്തിക്കരിഞ്ഞ ശരീരാവശിഷ്ടങ്ങളും കണ്ടെത്തി. സരസാലിന്റെ മൂക്കുത്തി കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. പുറത്തെടുത്ത മൃതദേഹം ശാസ്ത്രീയ പരിശോധനയ്ക്കായി മാറ്റുകയും ചെയ്തു. എന്തായാലും തൊണ്ടി മുതലാണ് മൂക്കുത്തി, അത് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം ആയിരിക്കുന്നത്. ഡിവൈഎസ്പി എ കുട്ടിക്കൃഷ്ണൻ, കൊഴിഞ്ഞാമ്പാറ ഇൻസ്പെക്ടർ കെ സന്ദീപ്, ചിറ്റൂർ ഇൻസ്പെക്ടർ MS ഷാജൻ, SI KK മിഥുൻലാൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. പാലക്കാട് LR തഹസിൽദാർ K രാധാകൃഷ്ണൻ, പോലീസ് സർജൻ ഡോക്ടർ G ഗോപകുമാർ, കൊഴിഞ്ഞാമ്പാറ GSIR തോമസ് ഔസേബ്, ASI-മാരായ MB അനിൽകുമാർ, P ശാന്തി, വിരലടയാള വിദഗ്ധ K ഐഷ പർവീൻ, അതുപോലെ തന്നെ സയന്റിഫിക് ഉദ്യോഗസ്ഥ അഭിജ്ഞ കൃഷ്ണ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ P രാജേഷ്, V ഹരിദാസ് തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.